ഇടുക്കിയിലെ ഏലം കൃഷി വ്യാപകമായി നശിച്ചു. വേനൽക്കാലത്തെ കൃഷിനാശത്തിൽ സർക്കാർ സഹായങ്ങൾ പോലും ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് മഴയിലും കാറ്റിലും ഏലം വ്യാപകമായി നശിച്ചത്. ഏലം മേഖലയോടുള്ള സ്പൈസസ് ബോർഡിന്റെ അവഗണനയ്ക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ. വേനൽക്കാലത്ത് ഇടുക്കിയിലെ ഏലം മേഖല വലിയ തോതിൽ കരിഞ്ഞുണങ്ങിയിരുന്നു. സർക്കാർ സഹായത്തിനായി കർഷകർ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ₹1 പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ഇതുവരെ കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഇതോടൊപ്പമാണ് ശക്തമായ കാലവർഷ മഴയിലും കാറ്റിലും വ്യാപകമായി ഏലം കൃഷി നശിച്ചത്. കർഷകർ വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഉൽപ്പാദനക്കുറവ് നല്ല തോതിലുണ്ട്. ഏലത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദനക്കുറവ് ഒരിക്കലുമില്ല. മുൻ വർഷങ്ങളിലൊന്നുമില്ലാതൊരു ഉൽപ്പാദനക്കുറവുണ്ട് ഈ വർഷം. അതാണ് അതിൻ്റെ കൂടുതൽ ഇപ്പോൾ വന്ന് ഈ മഴയും കാറ്റും കൂടി ആയപ്പോൾ എല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. വേനൽക്കാലത്തുണ്ടായ കൃഷിനാശത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിവരശേഖരണം നടത്തിയിരുന്നു. എന്നാൽ കാലവർഷത്തിലുണ്ടായ നാശനഷ്ടത്തെ സംബന്ധിച്ച് കണക്കെടുപ്പ് പോലും നടത്തിയിട്ടില്ല. ഏലം കർഷകർക്ക് കൈത്താങ്ങാകേണ്ട സ്പൈസസ് ബോർഡിന്റെ അനാസ്ഥയ്ക്കെതിരെ കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് കർഷകരുടെ കൂട്ടായ്മ. സ്പൈസസ് ബോർഡിലൂടെ പ്രതിവർഷം കൊടുക്കുന്ന ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം തന്നെ വലിയൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന ശമ്പളത്തിന് വേണ്ടി ഇവരെന്ത് ചെയ്യുന്നു? സാധാരണ കർഷകർക്ക് വേണ്ടി എന്ത് ഗുണം ചെയ്യുന്നുണ്ട്? ഇതിനെതിരെ ഈ നടപടിക്കെതിരായിട്ട് ഞങ്ങൾ കോടതിയെ സമീപിക്കാനായിട്ട് കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണുന്നിടം വരെ നിയമയുദ്ധം നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. കൃഷിനാശത്തിനൊപ്പം ഉൽപ്പാദനത്തിലും ഗണ്യമായ കുറവാണ് ഏല മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതും കർഷകർക്ക് ഇരുട്ടടിയാണ്. കടുത്ത പ്രതിസന്ധിയെ മറികടക്കുവാൻ സർക്കാർ സഹായങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. വേനൽ ബാക്കി വെച്ചത് കാലവർഷവും കവർന്നെടുത്തു. ഇനി ഏലം കർഷകർക്ക് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ സർക്കാർ സഹായങ്ങളില്ലാതെ കഴിയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ഏലം കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.